നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമുക്ക് എന്താണ് ഉച്ചക്കലേക്ക് വെക്കേണ്ടത്? കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് അവിയൽ വെക്കാം അല്ലേ. ഇന്നലെ മാമ്പഴക്കുട്ടനായിരുന്നു, വിഷുന്ന മാമ്പഴക്കുട്ടനായിരുന്നു. അപ്പോൾ അങ്ങനെ മാമ്പഴക്കുട്ടൻ കളിയായിരുന്നു. അപ്പോൾ അവിയൽ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിയൽ ദാ അടുപ്പത്തായിട്ടുണ്ട്. പിന്നെ ഇടിയൻ ചക്ക, നമ്മളന്ന് വിഷുവിന് ഇടിയൻ ചക്ക ഒടിച്ചതാണ് കേട്ടോ. ചക്ക കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ഇടിയൻ ചക്ക ഒടിച്ച് വെച്ചു. ഞങ്ങളുടെ ചക്കയൊക്കെ മൂക്കണേ ഉള്ളൂ. അപ്പോൾ ഇടിയൻ ചക്ക ഇന്നേക്ക് അതിനെ തോരൻ വയ്ക്കാം. പിന്നെ സാമ്പാർ, രാവിലത്തെ സാമ്പാറുണ്ട്, മാങ്ങക്കറി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇടിയൻ ചക്ക നമ്മൾക്ക് ആദ്യം കയറാം. ഇടിയൻ ചക്ക വയ്ക്കാം കേട്ടോ. ഇടിയൻ ചക്കയുടെ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചു. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കൂഞ്ഞൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് ഉപ്പ് പുരട്ടിയിട്ട് വേവിക്കാം. ഒരു വിസിൽ മതി കേട്ടോ. ഇത് മൂക്കാത്ത ചക്കയാണല്ലോ. ഇത് നമ്മൾ പുഴുങ്ങിയിട്ട് ഇതിനെ ഇടിച്ചിട്ട് തോരൻ വയ്ക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് ഇടിച്ചക്ക, ഇടിയൻ ചക്ക, ഇട്ടത്തിച്ചക്ക എന്നൊക്കെ പറയണത്. നെല്ലിക്ക എൻ്റെ മുന്നിലേക്ക് ഇരിക്കുകയാണ്. തിന്നാൻ തോന്നുന്നത്. നമ്മളന്ന് ഉപ്പിലിട്ട് വെച്ച് നെല്ലിക്കില്ലേ, മുളകും പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചതച്ചിട്ട, പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചിട്ട നെല്ലിക്ക ഇടയ്ക്ക് ഓരോന്നെടുത്ത് കഴിക്കാം. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ട് നമ്മളിത് ഉണ്ടാക്കിയിട്ട് കേട്ടോ. ഇതിൽ അത്യാവശ്യം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, മുളകും ഇത്തിരി പിടിച്ചിട്ടുണ്ട്. എന്നാൽ അധികവും ഇല്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ തിന്നാൻ നല്ല ഇഷ്ടമായിരിക്കും. ഇത് പുഴുങ്ങാത്ത കാരണം കൊണ്ട് ഇതിൻ്റെ പോഷകാംശമൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. ഇതിങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഈ കുപ്പി നിറച്ചുണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറേ എടുത്ത് തിന്നു ഞങ്ങളെല്ലാവരും. ഇവിടെ അവിയൽ അടപ്പത്ത് വെച്ചെന്താ, വെള്ളമുള്ള അവിയൽ അത്ര വയ്ക്കണം കേട്ടോ. അതായത് വെള്ളത്തോടെയുള്ള അവിയലാണ് വെക്കണത്. കുമ്പളങ്ങ, പയറ്, മുരിങ്ങക്കായ, തക്കാളി തുടങ്ങിയിട്ടുള്ള കഷ്ണങ്ങളാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്കുള്ള നാളികേരം ചെറുകി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരച്ച് വിടും. ഇത് കാലാവുമ്പോഴേക്കും നമുക്ക് ഈ ചക്കയൊന്ന് ചക്കയല്ല ഇടിയൻ ചക്ക നോക്കിയത് കഴുകി കുക്കറിലിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഉപ്പ് പൊടി ഇടാട്ടോ. ഉപ്പ് പൊടിയാണ്. പിന്നെ കുറച്ച് വെള്ളം തളിക്കാം. ഉപ്പ് ഈ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഇനി നമുക്ക് അടച്ചിട്ട് വെക്കാം. ഒരു വിസിലാകുമ്പോൾ അത് വേവും. അപ്പോഴേക്കും നമുക്ക് നാളികേരക്കാം കേട്ടോ. ഇത് ഒരു അരമുറി നാളികേരമാണ് കേട്ടോ ചെറുകിയത്. മുഴുവൻ വേണ്ട, കുറച്ച് മതി. ഞാൻ കുറച്ച് അവിയലേ വയ്ക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇടാം. ജീരകം ഇട്ടു. ഇനി പച്ചമുളക് ഇടാം. ഒറ്റ കറക്കാം. ഇതൊന്ന് ഇളക്കി ഇടാം. വെന്തിട്ടൊക്കെ ഉണ്ട്. അരച്ച് വരുമ്പോഴേക്കും ഒന്നുകൂടി വെന്തോട്ടെ. അടച്ചു വയ്ക്കാം. ഇനി നമുക്കത് അരയ്ക്കാം. കറക്കം മതി. നാളികേരം ഒന്ന് കൊതുക്കി ജീരകവും പച്ചമുളകും ചേർത്തിട്ട് ഒറ്റ കറക്കാണത്. കഷ്ണമൊക്കെ വെന്തുണ്ട്. പച്ചമുളക് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉപ്പും പച്ചമുളക് ഇട്ടിട്ട് പിന്നെ പച്ചമുളക് അടക്കണം കേട്ടോ. ചുവന്നമുളക് ഇട്ടിട്ടില്ല. അപ്പോൾ പണി കഴിഞ്ഞോട്ട് ഇതിൻ്റെ
ഈ ജാറിലുള്ളതൊക്കെ നമുക്ക് തുടച്ചതിലേക്ക് ഇടാം. കഴിഞ്ഞു. ഇളക്കി യോജിപ്പിക്കാം. ഇനി എന്താ ഞാൻ മറന്നുണ്ടാവുക? കറിവേപ്പില അല്ലേ? കറിവേപ്പില ഇട്ടു. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക അല്ലേ? കുറച്ച് നാളികേരം ഒതുക്കിയിട്ടു, ജീരകവും പച്ചമുളകും കൂട്ടി നരച്ചൊഴിച്ചു. പിന്നെ കറിവേപ്പില ഇട്ടു. പിന്നെ വെളിച്ചെണ്ണ പകർത്താനായിട്ട് കുറച്ച് പകർത്തിട്ടുള്ളൂ. പിന്നെ പകർത്താൻ വന്നൂലോ. നമ്മുടെ അവിയലിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അവിയൽ വാങ്ങിക്കാം. തുറന്നിട്ട് നമുക്ക് അതിനെ ചതയ്ക്കാം. വെന്തിട്ടുണ്ട്. എന്താ കേട്ടോ? ഇടിച്ചക്ക നിങ്ങൾ ഇങ്ങനെ തിന്നിട്ടുണ്ടോ? ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഒക്കെ തിന്നാറുണ്ട്. നല്ല രസമാണ് കേട്ടോ. നമ്മളിത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചക്ക പുഴുങ്ങില്ലേ, അതേപോലെ തന്നെ ഇതിങ്ങനെ പുഴുങ്ങിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് കറിവേപ്പില വെറുതെ ഊരിയിട്ടിട്ട് ഇങ്ങനെ വെറുതെ തിന്ന് നല്ല രസമാണ്. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും രസം തന്നെയാണ് കേട്ടോ. ഓരോ പ്രാവശ്യം ഇടിയൻ ചക്ക ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ കഥ ഓർക്കുന്നുണ്ട്. അങ്കമണി ടീച്ചറുടെ കഥ, ഇട്ടത്തി ചക്കയുടെ കഥ. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇട്ടത്തി ചക്ക. ഇട്ടത്തിച്ചക്ക തിന്നാനായിട്ട് ഒരുപാട് കാലം കൊതിച്ച രാജ്ഞിയുടെ കഥ. എന്നാൽ ഞാൻ പറയാം കേട്ടോ. ഇതുവരെയും ആ കഥ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ് തങ്കമണി ടീച്ചർ. പിന്നെ ഞാൻ ജോലിക്ക് വരുമ്പോഴും ആ സ്കൂളിൽ ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറുടെ കൂടെ പഠിപ്പിക്കാനും എനിക്ക് യോഗ ഉണ്ടായി. എനിക്കെൻ്റെ അമ്മയെപ്പോലെയാണ് ടീച്ചർ. അത്ര ഇഷ്ടമാണ് ടീച്ചർക്ക്. എന്നെ ഇഷ്ടം തന്നെയാണ് കേട്ടോ. ഉച്ചക്കലത്തെ ഇൻ്റർവെൽ സമയത്ത് ഊണ് കഴിക്കുമ്പോഴൊക്കെയാണ് ഈ കഥയൊക്കെ പറയുക ടീച്ചർ. ഊണ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ കഥ പറയും. അപ്പോൾ ഇട്ടത്തിച്ചക്കയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു രാജാവ് ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു. നല്ല സുന്ദരിയായ പെൺകുട്ടി. ആൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അവരുടെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പാവങ്ങളാണ്, രാജാവിൻ്റെ അവിടേക്ക് പറഞ്ഞേക്കാനുള്ള ഒരു കഴിവൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. എങ്കിൽ രാജാവിന് ഈ കുട്ടിയെ ഇഷ്ടമായതുകൊണ്ട് എല്ലാ സ്വർണ്ണാഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ കുട്ടിക്ക് കൊടുത്തിട്ട് അവളെ വിവാഹം കഴിച്ച് കൊണ്ടുപോയി. രാജ്ഞിയാക്കി വാഴിച്ചു. വിഭവസമൃദ്ധമായ സദ്യയും അതുപോലെ തന്നെ രാജകീയമായ ജീവിതവും ഒക്കെ ആയിട്ട് അവളങ്ങനെ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടി. പക്ഷേ ഇടയ്ക്ക് പറയും, ഇങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ പറയും, എനിക്ക് ഇട്ടത്തിച്ചക്ക തിന്നാനായിട്ട് കൊതിയാവണമെന്ന്. ഇട്ടത്തിച്ചക്ക എൻ്റെ വീട്ടിൽ പോയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ഇട്ടത്തിച്ചക്ക തിന്നായിരുന്നു എന്ന് പറയും അത്രേ. അപ്പോൾ രാജാവ് എന്താണ് ഇട്ടത്തിച്ചക്ക എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇതുപോലത്തെ ഇടിയൻ ചക്കയാണെന്ന് മനസ്സിലായപ്പോൾ രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, നല്ല ഇട്ടത്തിച്ചക്ക കൊണ്ടുവന്നിട്ട് നല്ല രസമായിട്ട് തോരൻ വെച്ച് എൻ്റെ രാജ്ഞിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അവരതുപോലെ ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ എത്ര തരത്തിലുണ്ടാക്കി കൊടുത്തിട്ടും അവൾ പറയും, എനിക്ക് ഇട്ടത്തിച്ചക്ക വേണമെന്ന്. വീട്ടിൽ പോയാൽ ഇട്ടത്തിച്ചക്ക തിന്നാം അത്രേന്ന്. അങ്ങനെ ഒരു ദിവസം ഇട്ടത്തിച്ചക്ക എന്താണ് ഇവൾ പറയുന്നത് ഇട്ടത്തിച്ചക്ക എന്ന് അറിയാനായിട്ട് ഇവളെ വീട്ടിലേക്ക് പറഞ്ഞേക്കും. പിന്നാലെ ഭൃത്യന്മാരെയും പറഞ്ഞേക്കും, അവളെന്താ ചെയ്യണമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അവരങ്ങനെ വീട്ടിലേക്ക് രാജ്ഞി പോയതിൻ്റെ പിന്നാലെ ഇവരും പോകും. രാജ്ഞി അവിടെ എത്തി അവളുടെ മേലാപ്പുണ്ടല്ലോ, പട്ടുവസ്ത്രങ്ങളൊക്കെ അവിടെ ഊരി വെച്ച് അവളുടെ വീട്ടിൽ നിന്ന് സാധാരണ ഒരു ഡ്രസ്സ് എടുത്തങ്ങോട്ട് ധരിച്ചു.
അത് കഴിഞ്ഞ് അവളുടെ ആഭരണങ്ങളെല്ലാം അവിടെ ഊരി ആ കട്ടിലമ്മ വെച്ചു. അങ്ങനെ തലമുടി അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് കയറ്റി കെട്ടി. അത് കഴിഞ്ഞ് അവൾ ഒരു ഏണിയെടുത്ത് പ്ലാവുമ്മ അങ്ങോട്ട് ചാരി അതിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറി 2-3 ഇട്ടത്തി ചക്ക ചടപിടാന്ന് വെട്ടി താഴേക്കിട്ടു. അത് കൊണ്ടുവന്ന് വെട്ടിക്കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങി. നമ്മളിപ്പോൾ പുഴുങ്ങിയ പോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് പുഴുങ്ങി കഴിഞ്ഞിട്ട് ലേശം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിന്ന പോലെ, ഞാൻ തിന്ന പോലെ ചെറുപറാന്ന് അങ്ങോട്ട് പിറകി തിന്നു. എന്ത് രസം എന്ന് പറഞ്ഞ അവൾ സന്തോഷിക്കുന്നത് കണ്ടിട്ട് ഭൃത്യന്മാർ തിരിച്ചു പോയി രാജാവിനോട് വിവരം പറഞ്ഞു. തിരിച്ച് വൈകുന്നേരമായപ്പോൾ രാജ്ഞിയും തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ രാജ്ഞിയോട് രാജാവ് ചോദിച്ചു, എന്താ ഭവതി ഇട്ടത്തിച്ചക്ക തിന്നോ? തിന്നു വയറ് നിറയെ തിന്നു ഞാൻ എന്ന് പറഞ്ഞു എന്നുള്ള കഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ കുട്ടിക്കാലത്ത് എന്താണോ കഴിക്കുന്നത് അതിന് സ്വാദേറെയാണ് അല്ലേ? നൊസ്റ്റാൾജി എന്ന് പറയില്ലേ, അതന്നെ കഥ. നമ്മൾ ഇത് ചതച്ച് വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണയൊക്കെ അടുപ്പത്ത് വെച്ച് കടുകൊക്കെ പൊട്ടിക്കാം, കടുക് വറുക്കാം. അപ്പോൾ ചീനച്ചട്ടി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇട്ടത്തിച്ചക്ക ഞാനങ്ങനെ ഇടിച്ചിടിച്ചു കൊണ്ടിരിക്കുന്നു. അതിലേക്കുള്ള മുളക് ഒക്കെ ഞാൻ കീറി വെച്ചിട്ടുണ്ട്. ഏകദേശം കഴിയാറായിട്ടോ, അതാ കുറച്ചും കൂടി ഉണ്ട്. ഇതൊക്കെ ഇട്ട് ഞാൻ ഇടിക്കാൻ പോവാ കേട്ടോ. ഇടിയൻ ചക്ക ഇട്ടത്തിച്ചക്ക, ഇടിയട ഇട്ടത്തിച്ചക്ക. കഴിയാറായിട്ടോ, ഇതും കൂടി ഇടിച്ചാൽ കഴിഞ്ഞു. പണ്ടൊക്കെ വലിയ ഹമ്മീമ്മ കൊണ്ടുവച്ച് ഇടിക്കും കേട്ടോ. ഒറ്റയടി ഇടിക്കുമ്പോൾ ഒറ്റത്തെറിക്കില്ലേ, മുറ്റത്തേക്ക് പോകും. അങ്ങനെയായിരുന്നു. ഇപ്പം പിന്നെ ഈ കുഞ്ഞൊരലായതിന് ശേഷം പുറത്തേക്ക് ഒന്നും പോവില്ല. നല്ലതാ. പണ്ട് അമ്മീമ്മയാകുമ്പോഴേ അത് തെറിച്ച് പോകും. ഇനി നമുക്ക് കയ്യൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി ഞാനിതിൽ കടുകിടാൻ പോകാം. നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ. കടുകിടാൻ നമുക്ക് തോരനാണ് വെക്കണത്. വെളിച്ചെണ്ണ മൂത്തു, കടുകിടാം. തോരനാണ്, അപ്പോൾ നല്ലോണം കടുകിടാം. കടുകിട്ടു, 3 ടീസ്പൂൺ കടുകിട്ടു. അത് പൊട്ടട്ടെ. അതിലേക്ക് ഒരു 2 പച്ചമുളക് നേരത്തെ കീറി വച്ചിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം കൂടി ഞാനിപ്പോൾ കീറിയിട്ടു. കടുക് ഏകദേശം പൊട്ടി കഴിയാറായിട്ടുണ്ട്. പരിപ്പിടാം, നല്ലോണം ആയിക്കോട്ടെ. കറുകറെ കടിക്കുമോ, നല്ല രസമാണ്. കടുക് നന്നായിട്ട് ഒന്ന് ചുവപ്പ് നിറം, കടുകല്ല ഉഴുന്ന പരിപ്പ് ചുവപ്പ് നിറമായാൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ ചേർക്കാം. ആദ്യം തന്നെ വറ്റൽമുളക് പൊട്ടിച്ചിട്ടു, പിന്നെ 2 പച്ചമുളക് ഇട്ടു കീറിയത്, കുറച്ച് കറിവേപ്പില നല്ലോണം ഇട്ടു. എല്ലാം നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ചക്ക, അതായത് ഇടിച്ചക്ക ഇതിലേക്ക് ചേർക്കാം. നമുക്ക് കുറച്ച് നാളികേരം ഇടാം അല്ലേ? തോരന് നാളികേരം ഇല്ലെങ്കിൽ കുറേ ആൾക്കാർ ചോദിക്കും ഇതേ നാളികേരം ഇട്ടില്ലാന്ന്. പക്ഷെ എനിക്കിഷ്ടം നാളികേരം ഇടാത്തതാണ്. പിന്നെ കുറേ നാളികേരം ഇട്ടാൽ ക്വാണ്ടിറ്റി കൂടും, അതാണ് ഒരു ഗുണം. ചിലതൊക്കെ ഇഷ്ടമാണ്, എനിക്കിഷ്ടം ഒരു മായവും ചേർക്കാത്തതാ, ഒരു കൂട്ടും ചേർക്കാത്തതാ. നമ്മുടെ
സ്വാദിഷ്ടമായ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആരോഗ്യപ്രദമായിട്ടുള്ള ഇടിച്ചക്കത്തോരൻ റെഡി. ഇടിച്ചക്കത്തോരൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? ഓഫാക്കിട്ടോ അടച്ചു വയ്ക്കാം. ഇടിച്ചക്കത്തോരനും റെഡി. ഇഷ്ടമായോ? അവിയൽ, പിന്നെ സാമ്പാർ, രാവിലത്തെ ഇടിച്ചക്കത്തോരൻ, നാരങ്ങക്കറി, മാങ്ങക്കറി എല്ലാം ഉണ്ട്. ഇന്നത്തെ ഉച്ചയ്ക്ക് അതൊക്കെ മതി കേട്ടോ. ഓക്കെ, ഇഷ്ടമായില്ലേ? ആയെങ്കിൽ ലൈക്ക്. ഓക്കെ, വീണ്ടും ചൂടിൻ്റെ ആധിക്യം. ഒരു ഗ്ലാസ് ജ്യൂസ് കഴിക്കട്ടെ. തണുപ്പുള്ള ജ്യൂസ് കഴിക്കുമ്പോൾ ഒരു സുഖം എന്താണല്ലേ. നമുക്കൊരു യാഗം ചെയ്താലോ മഴ പെയ്യാനായിട്ട്. എല്ലാവരും പ്രാർത്ഥിക്കൂ കേട്ടോ, വെള്ളം കുടിക്കൂ എല്ലാവരും കേട്ടോ. നമുക്കൊരു കൊപ്പക്കായ കിട്ടിയിട്ടുണ്ട്. കൊപ്പക്കായ, പപ്പായ, പപ്പളങ്ങ എന്നൊക്കെ പറയല്ലേ പേര്. പക്ഷേ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന കേട്ടോ. ഇന്നലെ രാത്രി കോപം വന്നപ്പോൾ കൊണ്ടുവന്ന 2 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണത്തിൽ ഒരെണ്ണം ഇന്നലെ തന്നെ മുറിച്ച് എല്ലാവരും കഴിച്ചു രാത്രി. ഇന്ന് ഇത് രാത്രിയാക്കാൻ നിൽക്കണ്ട. കണ്ടു എന്ത് രസാലേ കാണാൻ. ഈ മധുര പഴങ്ങളൊക്കെ രാത്രി കഴിക്കണം നല്ലതല്ല എന്നല്ലേ പറയുക. ഭക്ഷണത്തിന് ശേഷം മധുരമുള്ളത് കഴിക്കാൻ പാടില്ല, ഷുഗറുള്ളവർ. അല്ലാത്തവർക്ക് കഴിക്കാം കേട്ടോ. എന്തായാലും രാത്രി കഴിക്കേണ്ട, അത്താഴത്തിന് മുന്നേ, അതായത് ഉച്ചനേരത്തൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കണത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനിപ്പോൾ ഒരു 3 മണി ഈ സമയം കേട്ടോ ഇത് മുറിച്ച് തൊണ്ടൊക്കെ കളഞ്ഞ് കുരു കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെക്കുകയാണ്. എല്ലാവരും കഴിക്കട്ടെ, ഇഷ്ടമാവും. ഒരു കൊപ്പക്കായ മുറിച്ചാൽ ഇഷ്ടംപോലെ കഷ്ണങ്ങളുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഈ കുരു കളയുമ്പോൾ ഉണ്ടല്ലോ, കുരുനോടൊപ്പം തന്നെ ചെറിയൊരു പാട പോലെ ഉണ്ടല്ലോ, അതും കൂടി കളഞ്ഞാൽ നല്ലതാണ്. കുരു മാത്രമല്ല, ഞാൻ കളയണുണ്ട് കേട്ടോ. ഒരു പശയോ ഒക്കെ ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ്. കഴുകൊന്നും വേണ്ട കേട്ടോ. ഇത് കഴുകി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് കുറയും ഇതിൻ്റെ. നല്ല രസമുള്ള, ഞാൻ ഇന്നലെ രാത്രി കഴിച്ചു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിന് റെഡ് ലേഡിയൊക്കെയാണെന്ന് തോന്നുന്നു പേര്. നമ്മുടെ ഇവിടുത്തെ കൊപ്പക്കായയുടെ കളറൊന്നും ഇതല്ല കേട്ടോ, മഞ്ഞ കളറാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ സമൃദ്ധിയായി പൊട്ടിച്ച് കറി വയ്ക്കാറുണ്ട് അല്ലേ, തോരൻ വയ്ക്കാറുണ്ട്, മെഴുക്ക് പുരട്ടി വയ്ക്കാറുണ്ട്, പിന്നെ കൂട്ടാൻ പലതരത്തിലുള്ള കറികളും ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് പഴുത്തും വല്ലപ്പോഴൊക്കെ കിട്ടും. ഇവിടെ നിന്നാലേ കാക്കകൾ പക്ഷികളൊക്കെ അത് വന്ന് കൊത്തിക്കൊണ്ട് പോകും. അതുകൊണ്ടാണ് എനിക്ക് വിഷമം. ഇപ്പോൾ ഇതെന്തായാലും പുത്തൻ സാധനം, പുതിയത്, നന്നായിട്ട് പഴുത്ത മധുരമുള്ള നല്ല കളറുള്ള കൊപ്പക്കായാണ് കിട്ടിയത്. ഞാൻ നിങ്ങൾക്ക് ചെത്തി തരാം കേട്ടോ. ഓരോന്നും ചെത്തി തൊലി കളഞ്ഞ് എല്ലാവർക്കും തരാം. നല്ലതല്ലേ? വയറിന് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, ത്വക്കിന് നല്ലതാണ്. ഇതുകൊണ്ടൊക്കെ നല്ല ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാറുണ്ടെന്നല്ലേ പറയണത്. ഞാനൊരു ദിവസം ഉണ്ടാക്കി കാണിച്ചു തന്നു അല്ലേ. പക്ഷെ നമ്മളൊന്നും സാധാരണ വീട്ടിലതൊന്നും ചെയ്യാറില്ല. വെറുതെ ഇങ്ങനെ പറയാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ. ചെയ്താൽ നല്ലത് തന്നെയായിരിക്കാം കേട്ടോ. നമ്മളതിന് സമയം മെനക്കെടുത്താറില്ല എന്ന് മാത്രം. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഉള്ളിലേക്ക് നല്ല സാധനങ്ങൾ ഭക്ഷണമായിട്ട് കഴിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികളൊക്കെ നന്നായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി നന്നായിട്ട് കഴിക്കുക. അപ്പോൾ എല്ലാ തരത്തിലുള്ള വിറ്റാമിനുകളും നമുക്ക് കിട്ടും. സൗന്ദര്യം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും കേട്ടോ. മുഴുവനും മുറിക്കട്ടെ കേട്ടോ. മുറിച്ച് കഷ്ണാക്കി വെച്ചാൽ ഒരു സർപ്രൈസ് അല്ലേ വരുന്നവർക്ക് കഴിക്കാനായിട്ട്. കുറച്ച് കഷ്ണങ്ങൾ ഒരു പാത്രത്തിലാക്കി കൊണ്ടുകൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമാക്കണ്ട. ഈ തൊലി ഞാൻ പറഞ്ഞത്, തൊലി അടക്കം പോവാന്ന് പറഞ്ഞത് കണ്ട, ഉള്ളിൽ ആ വൈറ്റ് കളറുള്ള സാധനം. അപ്പോൾ ഇവിടെ കുരൊക്കെ താഴ്ത്ത് പോകുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ആ വളപ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടും. കുഴിച്ചിടുന്ന വേണ്ട, എറിഞ്ഞാൽ മതി, അവിടെ തന്നെ മുളച്ചുണ്ടായിക്കോളും. ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കുപ്പക്കായ? ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല, എനിക്കറിയാം. ഇതുകൊണ്ട് എടുത്തോളൂ കേട്ടോ. എല്ലാവരും എടുത്തോളൂ, ഓരോ വലിയ പീസ് നോക്കിയിട്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ കഷ്ണങ്ങളാക്കും, ചെറുതാവും പീസസൊക്കെ കേട്ടോ.
ഡിങ് 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 എന്ന് പറഞ്ഞിട്ട് പീസാക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.